അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നല്ലൊരു കിഡിലൻ സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് മക്കൾക്കും നമുക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കിഡിലൻ സ്നാക്സാണ് അത്. നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് തട്ടിക്കൂട്ടിയ ഒരു സ്നാക്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പം നമ്മളിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രെഡും മുട്ട വെച്ചിട്ടുണ്ടാക്കുക, ചിക്കനോ ഇറച്ചിയോ ഒക്കെ വെച്ചിട്ട് അതും ഉണ്ടാക്കാം. ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടും കാണിക്കുന്നുണ്ട്, ചിക്കൻ വെച്ചിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 ബ്രെഡിന് 1 മുട്ട തോതിലെടുക്കണം, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ കുതിർത്തി വെക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് പച്ചവെള്ളം തന്നെയാണ് ഇങ്ങനെ കുതിർത്തുക. പിന്നെ നമ്മൾ എത്ര ബ്രെഡാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിൽ രണ്ടാമത്തെ ബ്രെഡിലും ഇങ്ങനെ വെള്ളം ഒഴിച്ചിടുക കേട്ടോ. അതൊന്നും കൂടെ കുതിർന്ന് കിട്ടണം. ഒരു 4 ബ്രെഡ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് എഗ്ഗ് ടിക്കി എന്നാണ് ഇതിന് പറയുക, അതേപോലെ ചിക്കൻ ടിക്കി. ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വെള്ളം ഒഴിച്ച് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പിഴിഞ്ഞ് കളയണം. നമ്മൾ മുട്ട നേരത്തെ പുഴുങ്ങി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് അതിലെ വെള്ളം നല്ലപോലെ കളയണം. നല്ല മുറുക്കി പിഴിയൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ഇങ്ങനെ ആ പിഴിഞ്ഞ് വെച്ച ബ്രെഡ് ഇങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് തിരുമ്മിയാൽ മതി. ഇതിലേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും അതേപോലെ ചിക്കൻ ഞാൻ പൊരിച്ചെടുത്തതാണ് കേട്ടോ. പൊരിച്ചതോ അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചോ എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ നല്ലപോലെ നൈസ് അരയൊന്നും വേണ്ട. ഞാൻ അരച്ചപ്പോൾ കുറച്ച് നൈസായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊടിയാക്കി എടുക്കണം. നമ്മൾ സമൂസയിലൊക്കെ ഇടുന്നത് പോലെ പൊടിയാക്കി എടുക്കണം. കുറച്ചൊക്കെ പൊടിയും വേണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒന്ന് വേറെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല നമുക്ക് ചേരുവ ഒന്ന് വേറെ ടേസ്റ്റ് കൂട്ടാനാണ്. ഒക്കെ ഓപ്ഷണലാണ്. ഒരു 1/4 ടീസ്പൂണ് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇനി മുട്ട കൊണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി, അധികം ഏറരുത്. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ എടുത്ത് പൊരിച്ച് കൊടുക്കാം. ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വെച്ചാൽ നല്ല സെറ്റാവും. ഉടയുന്ന പേടിയും പേടിക്കേണ്ട. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ എടുത്ത് പൊരിച്ച് കൊടുക്കുകയും ചെയ്യാം. എല്ലാ ചേരുവകളും നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഉരുളയാക്കിങ്ങാണ്ട് നമ്മൾ ഓരോ പീസാക്കി ബ്രെഡിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഇനി സെറ്റാവാൻ മുട്ടയോ വേറെ ഒന്നിലും തന്നെ ഒപ്പേണ്ടതൊന്നുമില്ല. അങ്ങനെ തന്നെ സെറ്റായി കിട്ടും. ഇത് ഞാൻ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് നമ്മളിങ്ങനെ ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഏത് ഷേപ്പാക്കാൻ ഇതുകൊണ്ട് പറ്റും. നമ്മൾ ഉള്ളി ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. വലിയ ഉള്ളി വലുതായി കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഉരുളയാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏത് ഷേപ്പ്, ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ശരിയാക്കുന്നത്. റൗണ്ടാക്കിയിട്ടാണ്. നമുക്ക് ഏത് ഷേപ്പ്, ത്രികോണോ ഏതാ ഷേപ്പ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ കണ്ടോ, ഇത് 5 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഞാൻ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കണത്. ഇത് ഞാൻ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി മുട്ട കൊണ്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ 5 മിനിറ്റ് വെച്ച് എടുക്കട്ടോ. അത് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ ഇനി മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 2 ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഇതേപോലെ കുതിരാൻ ഒഴിച്ച് കൊടുക്കണം.
എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് മുട്ടയിലേക്ക് ഞാൻ 4 ബ്രെഡാണ് എടുക്കുന്നത്. ചെറിയ ബ്രെഡാണ് കേട്ടോ. വലിയ ബ്രെഡാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു കുറച്ച് ആളുകളുള്ളെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രെഡ് മതി. അത് കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മുട്ട കൊണ്ട് ഒരു 3 മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 4 ബ്രെഡൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ 2 തട്ടായി ഇങ്ങനെ വെള്ളം കുതിർത്താൻ വെക്കണം. നമുക്ക് എത്ര ബ്രെഡ് വേണോ അതിലൊക്കെ ഇങ്ങനെ വെള്ളം കുതിർത്തി വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച 3 മുട്ടയുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യണ ഇതുണ്ടല്ലോ നമ്മുടെ ഈ അതിന്മ വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്താൽ തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് ചാടും. ഇതാണ് ഇതിൻ്റെ മെയിൻ പിന്നെ സാധനങ്ങൾ കേട്ടോ. നമ്മൾ ബ്രെഡ്, മുട്ട, പിന്നെ മറ്റുള്ള ചേരുവകളൊക്കെ നമ്മൾ ഓപ്ഷണലായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചിക്കനാണുള്ളത് എങ്കിൽ അതുകൊണ്ടുണ്ടാക്കാം, ബീഫാണെങ്കിൽ അതുകൊണ്ടുണ്ടാക്കാം. അതേപോലെ മുട്ട ഇങ്ങനെ പൊടിഞ്ഞ് ചാടുണ്ടെങ്കിലും അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിമേ ഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഉഗ്രൻ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളി സ്നാക്സാണ്. നമുക്കൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാൻ നല്ല ഒരു കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ മുട്ടയ്ക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡ് കുതിർത്താൻ വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, ഈ ബ്രെഡാണ് നമ്മൾ ഇതിലെ വെള്ളം പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം നമുക്ക് അതേ മറ്റേ ചിക്കനെ കൊണ്ട് വെച്ചുണ്ടാക്കി അതേപോലെ തന്നെ ഇതും ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഉടച്ച് കൊടുക്കുക. ഈ വെള്ളത്തിൻ്റെ നനവൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. വേറെ വെള്ളമൊന്നും നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഉള്ളിയുടെ ഒരു ചെറിയ ഉള്ളി കേട്ടോ, ഒരു ചെറിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ഉള്ളിയൊക്കെ നമുക്ക് ഇട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെറുതായി കട്ട് ചെയ്തത്, അതേപോലെ ഈ മുട്ട കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇതും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതേപോലെ തന്നെ മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗരം മസാല, ചിക്കൻ മസാലപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഗരം മസാലപ്പൊടിയോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊടി ഏതാണ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല, ഗരം മസാല എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് താല്പര്യമില്ല ഇതിൻ്റെതാണ് നമുക്ക് രുചി ഇഷ്ടമെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവ് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മറ്റതിൽ ഞാൻ പച്ചമുളക് ഇട്ടത്, ചിക്കൻ വെച്ചതിൽ ഇതിൽ ഞാൻ തുള്ളി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉണക്കമുളക് പൊടിച്ചത്, അങ്ങനെ നമ്മൾ അപ്പക്കപ്പളെ പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി കുറച്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി നല്ലപോലെ ഇതൊന്നിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. മുട്ടയും ബ്രെഡുമാണ് ഇതിൻ്റെ പ്രധാന ചേരുവ. പിന്നെ പച്ചമുളകും ചുവന്നമുളകും കുരുമുളകും ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ നമ്മൾ താല്പര്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെറും ബ്രെഡും ചിക്കനോ അല്ലെങ്കിൽ ബ്രെഡും മുട്ടയും മല്ലിച്ചപ്പും ഇട്ട് അത് പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ താല്പര്യം ഏതാണെന്ന് വെച്ചെങ്കിൽ അതെടുക്കുക. ഇതപ്പോൾ നമ്മൾ ഇങ്ങനെ ഉരുളയാക്കി ഉരുട്ടിങ്ങാണ്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഏത് ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ റൗണ്ടാണ് എടുക്കുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐഡിയ കാണിച്ചു തരാം. നമ്മൾ ഇത് കഴിഞ്ഞിട്ടോ ഈ ഒരു ബോളാക്കി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐഡിയ കാണിച്ചു തരാം. ഇത് നമുക്ക് കുറച്ച് സമയം വെയിറ്റിംഗ് വരും. അപ്പോൾ ഇതിലേറെ മറ്റേത് നമുക്ക് എളുപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വേറൊന്ന് കാണിച്ചു തരാം. നമുക്ക് എളുപ്പപ്പണിക്ക് എളുപ്പം ചെയ്യണമെങ്കിൽ നമ്മൾ കൈകൊണ്ടൊക്കെ ഉരുട്ടിങ്ങാണ്ട് നമ്മളിങ്ങനെ കുറേ ഉരുളയായി നിൽക്കുമ്പോഴത്തേന് നമുക്ക് കുറേ താമസം പിടിച്ചു. അങ്ങനെ നേരമില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു അടപ്പെടുത്തിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഉരുളാക്കിയിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ കൊട്ടി കൊടുത്താൽ ഇതുണ്ടോ നമുക്ക് അതേ ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ ഉരുളയാക്കുക, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്കപ്പോൾ. മറ്റേ നമ്മൾ കൈ കൊണ്ടൊക്കെ ഉരുട്ടി ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴത്തേന് സമയം കുറേ പിടിച്ചും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് കുട്ടികളൊക്കെ വരുമ്പോഴത്തേന് വേണം, അതല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോഴത്തേനൊക്കെ വേണമെന്ന് കരുതുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിയുടെ മൂടി എടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ അതേ റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഏത് അടപ്പിൻ്റെ ഷേപ്പാലും ഇതിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താലും മതി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ഈ അടപ്പിൽ ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. എന്നാൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി ചിലർക്ക് ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും, ചില അടപ്പുകൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താട്ടിയാൽ മതി, ഇതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ചെറുതായിട്ടിട്ടൊന്നും ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. നമ്മൾ അപ്പച്ചട്ടിയിലൊക്കെ പുരട്ടുന്ന പോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക, ഇങ്ങനെ കൊട്ടി കൊടുക്കുക. ഉണ്ടോ പെട്ടെന്ന് ചാടും. ഇത് നമ്മൾ ഉടയൊന്നുമില്ല, പേടിക്കേണ്ട. ഉടയൊന്നും എഴുതി പേടിക്കൊന്നും വേണ്ട. നമ്മൾ ചിക്കൻ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ മുട്ട കൊണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലുണ്ട് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് ബ്രെഡ് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇതിൽ നമ്മൾ മുക്കിയെടുക്കുകയാണിത്. നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് വെക്കുക. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട, നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ മുട്ടയിലൊന്നും ഒപ്പേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലല്ലാതെ തന്നെ ഇത് പിടിക്കും. അപ്പോൾ വേണ്ട ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഒപ്പിടുത്താൽ മതി. ആണ് എടുക്കുന്നത് കേട്ടോ. ഇതും ഇടയില്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, മറ്റേത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് ഉടയൊന്നുമില്ല. ഉണ്ടോ നല്ലപോലെ. അപ്പോൾ എല്ലാം നമ്മൾ ഈ ബ്രെഡിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം മുക്കി എല്ലാം ഇതിൽ ബ്രെഡ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. വേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. നമ്മളെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇത് പൊരിച്ചെടുക്കാൻ പോവാം കേട്ടോ. നമുക്ക് കുറേ മുങ്ങി നിൽക്കണമെന്നൊന്നുമില്ല എണ്ണ, എന്നാലും അത്യാവശ്യം എണ്ണയൊക്കെ വേണം. അപ്പോൾ അത് നമ്മൾ വലിയ പാൻ വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യമൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റും. ചെറിയ പാനാണ് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേഗം ആയി കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിന്. നല്ല ടേസ്റ്റിയായ നല്ല അടിപൊളി സ്നാക്സാണ്. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. ഒരു ഭാഗം നല്ലപോലെ വേവായതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തീയൊക്കെ അത്യാവശ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടോട്ടെ, എന്നാലേ നമുക്ക് ഒരു ഭാഗം നല്ലപോലെ വേവാകുള്ളൂ. അപ്പോഴേ അപ്പുറം മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. നമ്മൾ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷമാണ് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മറിച്ചിടുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ശ്രദ്ധയോടെ ചെയ്യുക. നമ്മൾ സമൂസയൊക്കെ മറിച്ചിടുന്ന പോലെ ഒന്നിച്ചങ്ങോട്ട് പെട്ടെന്ന് ചെയ്യരുത്. ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ഒറ്റൊന്നും നമുക്ക് ഉടയാതെ അത് പൊരിച്ചെടുക്കാൻ പറ്റും. അത് ഉടയൊന്നുമില്ല, എന്നാൽ നമ്മൾ ശ്രദ്ധയോടെ ചെയ്താൽ നമുക്ക് വൃത്തിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ. നിങ്ങൾക്കിത് ചൂടോടെ കഴിച്ചാൽ എത്ര കഴിച്ചാലും മതിയാവില്ല.
നമ്മൾ തണുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴും മധുര പലഹാരമൊക്കെ നമ്മൾ തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. എരിവുള്ളത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പം പൊരിച്ച് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗം വേവായതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഓരോന്നും ഇങ്ങനെ കോരിയെടുത്ത് എണ്ണയൊക്കെ മെല്ലെ ഊറ്റി കൊടുത്തിട്ട് കോരിയെടുക്കാം. അധികം എണ്ണയൊന്നും ഇതിൽ പിടിച്ചില്ല കേട്ടോ. നല്ല എണ്ണ കുടിക്കൊന്നുമില്ല. നമ്മൾ കട്ലറ്റ് പൊരിക്കണ അത്ര എണ്ണയൊന്നും ഇതിൽ കുടിക്കൂല. നല്ല ടേസ്റ്റാണ്, നല്ല രുചികരമായ ഒരു സ്നാക്സാണ്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കണം കേട്ടോ. അല്ലാതെ ചെറിയ തീയിലാക്കി ഒന്നും പൊരിച്ചെടുക്കരുത്. നമ്മൾ അതിൽ നിന്ന് വാങ്ങി വെക്കുമ്പോൾ നമ്മൾ പൊരിച്ചത് കോരി എടുക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എഗ്ഗ് ടിക്കിയും ചിക്കൻ ടിക്കിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്സാണ്. നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോയുമായി വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്